മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സഹോദരൻ ജോർജ് ജോൺ ഇൻഡോർ. പ്രാർത്ഥനയോട് ശ്രമിച്ചാലും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു സുപ്രഭാതം കൂടെ കർത്താവ് നമുക്ക് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മോർണിംഗ് വോയിസിലുള്ള എല്ലാ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊക്കെയും വളരെ പരിചയമുള്ളതായ ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. 2 Corinthians chapter 12 verse 9. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതകൾ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവർത്തിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊക്കെയും അറിയാം. അപ്പോസ്തലനായ പൗലോസിൻ്റെ ശരീരത്തിൽ ഏതോ ഒരു അസ്വസ്ഥത ഉണ്ടാകുകയും ആ അസ്വസ്ഥത മാറ്റേണ്ടതിന് വേണ്ടി താൻ ദൈവസന്നിധിയിൽ 3 പ്രാവശ്യം പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ പ്രാർത്ഥിക്കുന്നതായ സമയത്ത് തൻ്റെ അസ്വസ്ഥതയ്ക്ക് ദൈവം മാറ്റം വരുത്തുന്നില്ല. പിന്നെയോ അതിന് പകരമായിട്ട് കർത്താവ് തന്നോട് പറഞ്ഞ ഒരു വാക്കാണ് ഇവിടെ നാം വായിച്ചത്. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി. അവൻ എന്നോട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം തിരുവായ് കൊണ്ട് അപ്പോസ്തലനായ പൗലോസിനോട് പറഞ്ഞ കാര്യമാണിത്. എൻ്റെ കൃപ നിനക്ക് മതി. നമുക്കറിയാം, പൗലോസിൻ്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ കൃപയും ധാരാളമായിട്ടുണ്ടാകുന്നത് നമുക്ക് കാണുവാനായിട്ട് വേണ്ടി, അതിനുവേണ്ടി താൻ പ്രാർത്ഥിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നാം പലരും നമ്മളോട് ചോദിക്കും എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നാം ഉടനെ പറയുകയാണ്, ദൈവകൃപയാൽ ഞാൻ ക്ഷേമമായിട്ടിരിക്കുന്നു. ബൈ ദ ഗ്രേസ് ഓഫ് ദ ഗോഡ് ഐ എം ഡൂയിങ് വെൽ. അപ്പോൾ പലപ്പോഴും നാം ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ തനിക്ക് എന്ത് പറ്റി? ദൈവത്തിൻ്റെ കൃപ ധാരാളമായി അനുഭവിപ്പാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ ഇനിയും ഈ ബലഹീനതയിൽ പ്രശംസിക്കും. ദൈവം എത്ര ബലഹീനത എൻ്റെ ശരീരത്തിൽ തന്നാലും, എത്രമാത്രം പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നാലും അതിൽ ഞാൻ പ്രശംസിക്കുന്നവനായിരിക്കും. കാരണം ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് ഈ രോഗങ്ങൾക്കും അപ്പുറമായിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് ഒരു കൂടാരത്തിനുള്ളിൽ ഒരാളെ ഒളിപ്പിക്കുന്നതിന് തുല്യമായൊരു വേടാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിൻ്റെ അദൃശ്യമായ കരത്തിന് കീഴിൽ, ദൈവത്തിൻ്റെ അദൃശ്യമായ കൃപയ്ക്ക് ഉള്ളിൽ നമ്മെ ഒരു കൂടാരത്തിൽ ഒളിപ്പിച്ചിരിക്കുന്നത് പോലെ ഒളിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നോക്കുക, തൻ്റെ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും ദൈവം എൻ്റെ കൃപ നിനക്ക് മതി. അത് എങ്ങനെയുള്ളതായ കൃപയാണത്? അത് എൻ്റെ ശക്തി ബലഹീനതകൾ തികഞ്ഞു വരുന്നു. അപ്പോൾ ഈ കൃപയിലൂടെ നിനക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നത് ദൈവിക ശക്തിയാണ്. ആ ദൈവിക ശക്തി എന്ത് ചെയ്യുന്നെന്നാണ് പറയുന്നത്? ബലഹീനതയിൽ നിന്നെ തികയ്ക്കുന്നവനാണ്. ഭൗമികമായി നോക്കുമ്പോൾ നീ ബലഹീനനായിരിക്കാം, നിനക്ക് ക്ഷീണമുണ്ട്, പ്രയാസമുണ്ട്. എന്നാൽ ദൈവികമായ കൃപ നിന്റെ മേൽ വരുമ്പോൾ അതിന് യാതൊരു രീതിയിലുള്ളതായ കുറവുമില്ലാതെ നിന്റെ രോഗം ഏതാണോ, നിന്റെ പ്രയാസം ഏതാണോ, അതിനേക്കാൾ ഉപരിയായിട്ട് ആ ബലഹീനതകൾ തികഞ്ഞു വരുന്നതാണ്.
ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ, അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ കൃപയാകുന്ന ശക്തി എൻ്റെ മേൽ ആവസിക്കുന്നത് വളരെ സന്തോഷത്തോടെ അവൻ സ്വീകരിക്കുകയാണ്. അപ്പോൾ ആ രോഗം മാറിയോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല, മാറാൻ സാധ്യതയില്ല. എന്നാൽ ആ രോഗത്തിൻ്റെ ഉള്ളിലും ആ കർത്താവിൻ്റെ ആ കൃപ, കർത്താവിൻ്റെ ആ മറവ്, ആ കർത്താവിൻ്റെ കൃപ ധാരാളമായി അവൻ അനുഭവിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 119 67 വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു: കഷ്ടതയിൽ ആകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. അപ്പോൾ ഈ കഷ്ടത വന്നതുകൊണ്ട് എന്ത് ചെയ്തു? നിന്റെ വചനത്തെ പ്രമാണിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അതിനുശേഷം അതിൻ്റെ 71 വാക്യത്തിൽ കാണുന്നത്: നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലാകുന്നത് എനിക്ക് ഗുണമായി. അപ്പോൾ ആ കഷ്ടതയിൽ ആകുന്നത് എനിക്കൊരു ഗുണമാണ്. നിന്റെ ചട്ടങ്ങൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൃപ മനസ്സിലാക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ ആ കൃപ മുറ്റുമായിട്ട്, ദൈവം നമ്മെ നടത്തുന്നതായ കാര്യങ്ങൾ, ദൈവം നമ്മെ പരിപാലിക്കുന്നതായ കാര്യങ്ങൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ഒറ്റ ഒരു കാര്യം പോലും എന്തുള്ളതല്ല, ദൈവം അനുവദിക്കാതെ വരികയില്ല. ദൈവം അനുവദിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെയും വരുന്നത്. അതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിൻ്റെ വലിയൊരു നന്മയുടെ ഉദ്ദേശമുണ്ട്. എനിക്ക് സംഭവിച്ചതൊക്കെയും നന്മയ്ക്കായിട്ട് സകലവും വ്യാപരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരിക്കലും വലിയവനായ ദൈവം വെറുതെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങൾ, ദുഃഖങ്ങൾ വെറുതെ അവൻ വിടുകയില്ല. അതിനൊക്കെയും പുറകിൽ വലിയൊരു ഉദ്ദേശമുണ്ട്, ഒരു ഉദ്ദേശം ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ, പ്രയാസങ്ങൾ വരുന്നതായ സമയത്തും നമുക്ക് ഖേദിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് കൊറോണ വളരെ വ്യാപകമായിട്ട് അനേക വിശ്വാസികളെ പോലും കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിൻ്റെ ഇടയിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഇടയിലും കർത്താവ് നമ്മോട് ശാന്ത സ്വരത്തോടു കൂടെ പറയുകയാണ്: എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി. അത് ബലഹീനതയിൽ നിന്നേ തികയ്ക്കുന്നവനാണ്. കർത്താവിൻ്റെ ശക്തി കൊണ്ട് എനിക്ക് എന്തും ചെയ്തു തീർക്കുവാനായിട്ട് സാധിക്കും. ആ കൃപ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ്. നമുക്ക് വരും ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചുകൊണ്ട് അവൻ്റെ ആ ചിറകടിയിൽ നാം നിന്നുകൊണ്ട് ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ദൈവവചനം കൂടുതൽ പഠിക്കുവാൻ, കർത്താവിലേക്ക് കൂടുതൽ അടുക്കുവാൻ ആ കൃപ നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ രീതിയിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ നാം തികഞ്ഞു വരുന്നവരായിരിക്കണം. ബലഹീനതയിൽ നാം സന്തോഷിക്കുന്നവരായിരിക്കണം. ഈ രോഗങ്ങളും പ്രയാസങ്ങളും മഹാമാരിയും വരുന്നതായ സമയത്ത് അത് കണ്ട് നാം സന്തോഷിക്കുന്നവരായിരിക്കണം. കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നത്, നമ്മുടെ തലയിൽ ഒരു മുടി പോലും പൊഴിഞ്ഞു പോയാൽ അത് കർത്താവ് അറിയുന്നവനാണ്. അതുകൊണ്ട് ആ കർത്താവിൽ നമുക്ക് കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, കർത്താവെ ഓരോ ദിവസങ്ങളും അവിടുത്തെ കൃപ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ ബലഹീനതയിൽ അത് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.